അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ യാത്രാ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് അപകടം. 19 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. അപകടത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. സമയം രാത്രി 9 മണിയോടെയാണ് വാഷിംഗ്ടൺ DC-യിൽ വിമാനാപകടമുണ്ടായത്. കൻസാസിലെ വിജിതയിൽ നിന്നും യാത്രക്കാരുമായി പോയ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച പോട്ടോമാക് നദിയിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. 60 യാത്രക്കാർ ഉൾപ്പെടെ 64 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സേനയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് തകർന്നതെന്ന് US സൈന്യവും സ്ഥിരീകരിച്ചു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം സംഭവത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം കൃത്യമായി നിർദ്ദേശം നൽകാതിരുന്നത് ശരിയായ നടപടിയല്ല എന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് ജനം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് കൂടി ചേർന്നുണ്ട്. ഐസൺ, ദാരുണമായൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും വളരെ വലിയൊരു മരണം ഇതോടെ സംഭവിക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നറിയാൻ സാധിക്കുന്നു. നിലവിൽ 19 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ അപകടത്തിൽപ്പെട്ട ആരും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ്. അതായത് ഈ 64 പേരും വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും അതുപോലെ തന്നെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരും മരിച്ചിരിക്കാനാണ് സാധ്യത എന്ന അന്തിമ സ്ഥിരീകരണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഫെഡറൽ റെസ്ക്യൂ ഏജൻസിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആരും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. നമുക്കറിയാവുന്നതുപോലെ അല്പസമയം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിമാനം റൺവേക്ക് അഭിമുഖമായി, അതായത് റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിലെ റൺവേക്ക് അഭിമുഖമായി പറക്കുകയായിരുന്ന വിമാനത്തിന് നേരെ ഹെലികോപ്റ്റർ നേരെ എതിർദിശയിൽ ഹെലികോപ്റ്റർ വരികയും കൂട്ടിയിടി നടക്കുകയുമായിരുന്നു. ആകാശത്ത് 2 വിമാനങ്ങളും കത്തിയമർന്ന് പോട്ടോമാക് നദിയിൽ വീണു എന്നാണ് അന്ന് രാവിലെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നിരുന്നുവെങ്കിൽ കൂടി ആരെയും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. കാരണം കത്തിയമർന്ന് വീണ 2 വിമാനങ്ങളിൽ നിന്നും ആരും രക്ഷപ്പെടാനിടയില്ല എന്ന റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് എയർ ട്രാഫിക് കൺട്രോളിന്റെ നിസ്സംഗതയെ സംബന്ധിച്ച് കൃത്യമായ വിമർശനം നടത്തിയിരുന്നു. അദ്ദേഹം അത് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തു. എയർ ട്രാഫിക് കൺട്രോളിന്റെ ഭാഗത്തു നിന്ന് ഈ വിമാനം കൃത്യമായ ദിശയിൽ റൺവേയെ സമീപിക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ഹെലികോപ്റ്ററിനെ ഉയർന്നു പോകാനുള്ള അനുമതി നൽകിയത്, അല്ലെങ്കിൽ ഉയർന്നു പോകുന്ന ഹെലികോപ്റ്ററിനെ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് മാനേജ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുന്നതിനോ എന്തുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശം നൽകിയില്ല, അത്തരത്തിലൊരു മാർഗനിർദ്ദേശം നൽകിയില്ല. മാത്രമല്ല, അത്തരത്തിൽ മാർഗനിർദ്ദേശം നൽകാതിരുന്നത് ഒരു തെറ്റായ പ്രവണതയായി പോയി എന്നും വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും 3 സൈനികരും മരിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതെങ്കിലും മരിച്ചു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.